നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് 2025 ഏപ്രിൽ 21 മുതൽ 30 വരെ നടക്കുന്ന കോഓപ്പറേറ്റീവ് എക്സ്പോ വർണ്ണാഭമായ ചടങ്ങുകളാണ് ഈ കാണുന്നത്. നഗര അന്തരീക്ഷത്തിൽ കനകക്കുന്ന് പാലസിന്റെ പ്രമൈസസിലാണ് ഇത് നടത്തപ്പെടുന്നത്. പൊതുജനങ്ങൾക്കും വിദേശ സഞ്ചാരികൾക്കുമെല്ലാം എത്തിപ്പെടാവുന്ന ഈ സ്ഥലത്തേക്കുള്ള എൻട്രി പാസ് സൗജന്യമായാണ് നടത്തപ്പെടുന്നത്. നാടിൻ്റെ സാംസ്കാരിക സാമ്പത്തിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ജനത്തിരക്കാൽ നിറഞ്ഞ ഈ ഫെസ്റ്റ് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. വർണ്ണാഭവും കൗതുകകരവുമായ ഈ ഫെസ്റ്റിലേക്ക് ധാരാളം ജനത്തിരക്കാണ് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപാരികൾക്ക് തങ്ങളുടെ സാധനങ്ങൾ നേരിട്ട് തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങളും കരകൗശല വസ്തുക്കളും അടങ്ങിയ ഒരു വൻ സ്റ്റാൾ തന്നെ ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. വീടലങ്കരിക്കാനും പ്രകൃതിയെ നിലനിർത്താനും ഉള്ള ജൈവ രീതിയിലുള്ള സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. വിവിധ തരത്തിലുള്ള ഭക്ഷണവും പാനീയവും അടങ്ങുന്ന വൻ സ്റ്റാളുകളും ഇതിനുള്ളിലുണ്ട്. നാടിൻ്റെ സംസ്കാരത്തിന് പൈതൃകത്തിന് ഉണർവ് നൽകുന്ന ഒരു സ്റ്റാളാണ് ഇത്. കണ്ണാടിയല്ല, കളറല്ല, മർക്കുറിയല്ല, അത് വന്നിട്ട് നമ്മളെ വെളുത്തിയും ചെമ്പും ഒരു നിശ്ചിത അനുപാതത്തിൽ എടുത്തിട്ട് അതിനെ ഒരുമിച്ചാക്കിയിട്ട് അതിനെയാണ് നമ്മൾ വെളുത്തിയവും ചെമ്പും രണ്ടും കൂടെ ആനുപാതികമായിട്ട് മിക്സ് ചെയ്യും. അനുപാതമുണ്ട്. ഓക്കെ, കൈ കൊണ്ട് കഴിക്കുമ്പോൾ അലിഞ്ഞു പോകണം. ഓക്കെ, ആ രീതിയിൽ എടുത്തിട്ട് അതിനെയാണ് ഈ കണ്ണാടിയാക്കി എടുക്കുന്നത്. കൈകൊണ്ട് എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. മെഷീനറി ഒന്നുമില്ല. നാച്ചുറലായിട്ട് നമ്മളിതിന്റെ പ്രത്യേകത, നമ്മളിപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമ്മൾ കണ്ണാടിയായിട്ടാണോ യൂസ് ചെയ്യുന്നത് അതോ? കണ്ണാടിയായിട്ടാണെങ്കിൽ ഇതിപ്പോ നമ്മൾ വീട്ടിൽ വെച്ചിരുന്ന ഒരു എനർജിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ചിട്ട് അത് ഫുൾ പവറാണ്. എക്സ്ട്രാക്ട് പവർ കൂടുതൽ. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് കൂടുതൽ. വീട്ടിലിരുന്ന ഐസ്. പിന്നെ ഇതിന് ഇപ്പം നമ്മളെ വേറെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു 10,000 രൂപ കൊടുത്ത് ഒരു പ്രസന്റേഷൻ വലിയ പെട്ടിയൊക്കെ മാറ്റേണ്ട ആളുകൾ കൊടുക്കുന്നത് ഇതിനൊരു ചെറുത് കൊടുത്താലും മൂല്യമുണ്ട്. അതിന് മൂല്യമായി. ഓക്കെ, ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് വന്നത് ശശി. സ്ഥലം എവിടെ ചേട്ടന്റെ? ഇപ്പൊ ഇവിടെയാണ്, ആറന്മുള എന്ന് പറയുന്നത്. ആറന്മുള തന്നെയാണ്.